ഞങ്ങൾ ആക്ച്വലി ഹോം തിയേറ്റർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ അത് നോക്കിയാണ് ആക്ച്വലി എക്സ്പേർട്ട് ഓട്ടോമേഷൻ്റെ ഹോം തിയേറ്റർ അന്വേഷിച്ച് പോയത്. അപ്പോൾ നമ്മൾ പുള്ളിയുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ടാണ് ആക്ച്വലി ഗസല്ലയിൽ വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഗസല്ലയെ കുറിച്ച് ഞങ്ങൾക്ക് അറിയത്ത് പോലും ഇല്ലായിരുന്നു. പ്രതീക്ഷിച്ചിരിക്കാതെയായിരുന്നു നമ്മൾ ആക്ച്വലി ഗസല്ലയുടെ അടുത്ത് വരുന്നത്. അപ്പം ഞങ്ങളത് പോയി കണ്ടു. അവരെ മുന്നേ തന്നെ നമ്മൾ വേറെ കുറെ ഇന്റീരിയേഴ്സിനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ഒട്ടും ഓക്കെ എന്നാ ഇതും കൂടെ കണ്ടേക്കാന്നുള്ള രീതിയിൽ പോയി കണ്ടതാണ്. പിന്നെ അവരുടെ വർക്കൊക്കെ പോയി കണ്ടു. അപ്പൊ അതൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെയാണ് ഓക്കെ ഇതുമായിട്ട് പ്രൊസീഡ് ചെയ്യാം എന്നുള്ള രീതിയിൽ പോയത്. പിന്നെ ഞങ്ങളെ പ്രൊസീഡ് ചെയ്യാൻ മെയിൻ കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ബാക്കിയുള്ളവരെല്ലാം കുറെ ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഗസല്ലയുടെ കാര്യത്തിൽ മെറ്റീരിയലാണ് അങ്ങനെയുള്ള ഇതിലൊന്നും ഞങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഡൗട്ട് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. ഏറ്റവും കുറഞ്ഞ കൊട്ടേഷൻ ഒന്നും അല്ല ഗസല്ലയുടെ, പക്ഷെ ഞങ്ങൾക്ക് ഒരു വിശ്വാസം തോന്നിയിട്ടുണ്ട് ഗസല്ലയുടെ അടുത്ത്. അപ്പം ഞങ്ങൾ അതുകൊണ്ടാണ് അത് ചൂസ് ചെയ്തത്. ഞങ്ങൾ ഒരിക്കലും ഒരു എന്താ പറയുക ഏറ്റവും ലോവസ്റ്റ് കൊട്ടേഷൻ എന്നുള്ള രീതിയിലല്ല, അത്യാവശ്യം പ്രീമിയം കൊട്ടേഷനാണ്. പക്ഷെ ഞങ്ങൾക്ക് അവരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടേത് നല്ല ക്ലീൻ ആയിട്ട് ചെയ്തു തരുമെന്ന് തോന്നിയിട്ടുണ്ട്. പിന്നെ ഏതായിരുന്നാലും നമുക്കിപ്പോൾ കൺസ്ട്രക്ഷൻ നടക്കുന്നിടയ്ക്ക് ഇടയ്ക്കൊക്കെ ഡിലേ വരാറുണ്ട്. അങ്ങനത്തെ ഇതൊക്കെ എപ്പോഴും സംഭവിക്കുന്നതാണ്. അതിപ്പം നമുക്കിപ്പം ഒരാൾ മാത്രമല്ലോ, ഒരുപാട് പേര് ചേർന്നിട്ടാണ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെതായ ഡിലേ ഒക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും അവസാനം എല്ലാം ഫിനിഷ് ആയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് പിന്നെ വേറെ കംപ്ലയിൻസ് ആയിട്ട് പറയാനൊന്നുമില്ല. എന്തൊരു ആവശ്യം ഉണ്ടെങ്കിലും ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് അപ്പോൾ തന്നെ സോൾവ് ചെയ്ത് തരുമായിരുന്നു. അത് അവസാന നിമിഷം വരെയും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ജോലിയായിട്ട് നമ്മുടെ ഡിസൈൻ ഒക്കെ ചെയ്ത ജോലിയായിരുന്നു. അപ്പോൾ എന്തെങ്കിലും നമുക്കിപ്പോൾ കളർ തന്നെ മാറ്റണോ അങ്ങനെ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ ഇപ്പൊ തന്നെ ജോലി 2 ദിവസത്തിനുള്ളിൽ ചെയ്തു തരും. അങ്ങനെ കുറെ മാറ്റി തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ടിട്ടാണ് അവസാനം ഇതില് നമ്മള് ഓക്കെ. സാറ്റിസ്ഫൈഡ് ആണ്. വേറെ ഇത് കാരണം നമ്മളിപ്പോൾ വീട് വയ്ക്കാന്ന് പറയുമ്പോൾ ജസ്റ്റ് നമ്മൾ ആ ഒരു സമയത്തേക്ക് വേണ്ടി മാത്രം ചെയ്യുന്നില്ല, നമ്മളൊരു ലോങ് പീരീഡിലേക്ക് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് നമ്മൾ ബിൽഡേഴ്സ് ആയിരുന്നാലും നമ്മളെ ബാക്കി എന്ത് വർക്ക് ചെയ്യുന്നത് നമുക്ക് അവരെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റും. അത് ആക്ച്വലി ഞങ്ങൾക്ക് സപ്പോർട്ടായിരുന്നാലും ശരി, ഇപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ടായിരുന്നാലും ഒരു ചെറിയ കാര്യത്തിനായിരുന്നാലും വിളിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് നടന്നിരിക്കും. ആ ഒരു പ്രശ്നം എന്തായിരുന്നാലും സോൾവ് ആയി. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ നമുക്കിപ്പോ ബിജു സാറിനോട് വിളിച്ചാൽ സാർ ഓക്കെ പിറ്റേ ദിവസം തന്നെ അതിന്റെ ആൾക്കാരെ ഏർപ്പാടാക്കി തരുമായിരുന്നു. എല്ലാവരും ഉണ്ടായിരുന്നു, ബിജു സാർ മാത്രമല്ല. എന്തൊരു കാര്യം വെച്ചാലും ഒരു എന്താ പറയാ ഒരു 4-5 പേര്, എല്ലാരും പേര് പോലും സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ നമുക്ക് അങ്ങനെ ഒരാളായിട്ട് എടുത്ത് പറയാൻ പറ്റത്തില്ല. അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ്. എല്ലാ കാര്യത്തിലും നല്ല രീതിയിൽ ചെയ്തു തന്നിട്ടുണ്ട്. അപ്പം വളരെ സന്തോഷമുണ്ട്.